രണ്ട് സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ സ്റ്റോക്ക് ബജാജ് ഓട്ടോ. ബജാജ് ഓട്ടോ ഇന്ന് 0.2% ഉയർന്ന് 9,693 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. 2.7 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 35.55, ഡിവിഡൻഡ് yield 0.8%, 52 വീക്ക് ഹൈ 10,038, 52 വീക്കിലോ 4,541. ബജാജ് ഓട്ടോയുടെ ക്വാർട്ടർലി റിസൾട്ടിൽ നെറ്റ് പ്രോഫിറ്റ് 18% വർദ്ധിച്ചതും അനലിസ്റ്റുകളുടെ എസ്റ്റിമേഷനെ ബീറ്റ് ചെയ്ത ക്വാർട്ടർലി റിസൾട്ട് കമ്പനി പുറത്തുവിട്ടതുമാണ് ഏറ്റവും പ്രധാന ഹൈലൈറ്റ്. 1941 കോടിയിൽ നിന്നും പ്രോഫിറ്റ് 18% വർദ്ധിച്ച് 1988 കോടിയിലേക്ക് ഉയർന്നു. മാർക്കറ്റ് 1965 കോടി രൂപയുടെ പ്രോഫിറ്റാണ് ബജാജ് ഓട്ടോയിൽ നിന്നും പ്രതീക്ഷിച്ചത്. 11,793 കോടി രൂപയുടെ റവന്യൂ പ്രതീക്ഷിച്ചെടുത്ത് കമ്പനിയുടെ റവന്യൂ 11,932 കോടിയായി ഉയർന്നു. റവന്യൂവിൽ 16% വളർച്ച കമ്പനി കൈവരിക്കുകയും ചെയ്തു. കൂടാതെ ബജാജ് ഓട്ടോയുടെ ജൂൺ ക്വാർട്ടറിലെ സെയിൽസ് പരിശോധിച്ചാൽ 11,02,056 യൂണിറ്റ് വെഹിക്കിളുകൾ കമ്പനിക്ക് സെയിൽ ചെയ്യാൻ സാധിച്ചു. ഇത് കഴിഞ്ഞ വർഷത്തെ ജൂൺ ക്വാർട്ടറിനേക്കാൾ 7% കൂടുതലാണ്. കഴിഞ്ഞ വർഷം ജൂൺ ക്വാർട്ടറിൽ 10,27,407 യൂണിറ്റ് വെഹിക്കിളാണ് ബജാജ് ഓട്ടോയ്ക്ക് സെൽ ചെയ്യാൻ സാധിച്ചത്. ഡൊമസ്റ്റിക് ബിസിനസ്സിൽ കമ്പനി റിസൈലൻസും അതുപോലെ തന്നെ ഗ്രോത്തും രേഖപ്പെടുത്തുന്നുണ്ട്. തുടർച്ചയായ 9ാമത്തെ ക്വാർട്ടറിലും കമ്പനി മോട്ടോർ സൈക്കിൾ സെയിൽസിൽ ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് കൈവരിച്ചു. കൂടാതെ കൊമേഴ്സ്യൽ വെഹിക്കിൾ, ഇലക്ട്രിക് സ്കൂട്ടർ പോർട്ട്ഫോളിയോയിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുന്നു. എൻ്റയർ റവന്യൂവിൻ്റെ 14% ഇലക്ട്രിക് പോർട്ട്ഫോളിയോയിൽ നിന്ന് ജനറേറ്റ് ചെയ്യുന്നത് തന്നെ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. എബിറ്റ 20% വർദ്ധിച്ച് 1984 കോടിയിൽ നിന്നും 2,415 കോടിയിലേക്ക് ഉയരുകയും ചെയ്തു. കൂടാതെ കമ്പനിയുടെ എക്സ്പോർട്ടിലും ഗണ്യമായ വളർച്ച കമ്പനി കൈവരിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ത്യക്ക് പുറത്ത് കമ്പനി ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റും സ്ഥാപിച്ചു. ബ്രസീലിലാണ് കമ്പനി 20,000 യൂണിറ്റ് വെഹിക്കിൾസ് ജനറേറ്റ് ചെയ്യാൻ ശേഷിയുള്ള ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിച്ചിരിക്കുന്നത്. കമ്പനിയുടെ പോപ്പുലർ മോട്ടോർ സൈക്കിൾ മോഡലായ പൾസർ ഇപ്പോഴും ഡബിൾ ഡിജിറ്റ് ഗ്രോത്ത് ട്രജക്ടറിയിൽ തന്നെയാണ്. ഇതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ്. ബജാജ് ഓട്ടോയെ സംബന്ധിച്ചിടത്തോളം 10,000 റെസിസ്റ്റൻസ് 10,000 എന്ന ലെവൽ മറികടന്നാൽ സ്റ്റോക്ക് 11,800 വരെ ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. 9,500 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടായി പ്രവർത്തിക്കുന്നു. രണ്ടാമത്തെ അപ്ഡേറ്റ് VBL അല്ലെങ്കിൽ വരുൺ ബിവറേജ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ടതാണ്. സ്റ്റോക്ക് അതിൻ്റെ 52 വീക്ക് ഹൈയിൽ നിന്നും 1,600 രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ 1.71% ഇടിഞ്ഞു. 2 ലക്ഷം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 96.12, ഡിവിഡൻഡ് yield 0.16%. സിംബാബ്വേയിലും സാംബിയയിലും സ്നാക്ക് ഫുഡ് ബിസിനസ് നടത്താൻ വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി പെപ്സിക്കോയുമായി ചേർന്ന് എഗ്രിമെൻറ്റിൽ ഒപ്പുവെച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് വരുൺ ബിവറേജ് 1,600 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകിയത്. ടെക്നിക്കലി സ്റ്റോക്ക് അതിൻ്റെ 5 ഡേ 10 ഡേ 20 ഡേ ആവറേജുകൾക്ക് താഴെയും 30 ഡേ 50 ഡേ 100 ഡേ 150 ഡേ 200 ഡേ എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചുകൾക്ക് മുകളിലുമാണ്. സ്റ്റോക്ക് ഓവർബോട്ട് സോണിലോ ഓവർ സോൾഡ് സോണിലോ അല്ല. ഇനി സ്നാക്സ് മാനുഫാക്ചർ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ സ്നാക്സ് ഫ്രാഞ്ചൈസി എഗ്രിമെൻറ്റ് പെപ്സിക്കോയുമായി ഒപ്പുവെച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ കമ്പനി ആഫ്രിക്കൻ മാർക്കറ്റിലും ബിസിനസ് എക്സ്പാൻഷൻ നടത്തുകയാണ്. സിംബാബ്വേയിലും സാംബിയയിലും സിംബ മുൻചെഫ് എന്ന പേരിലാണ് കമ്പനി അല്ലെങ്കിൽ എന്ന ബ്രാൻഡിന് കീഴിലാണ് കമ്പനി സ്നാക്സ് ബിസിനസ് നടത്തുന്നത്. ഏകദേശം 5,000 മെട്രിക് ടൺ per annum ശേഷിയുള്ള ഒരു മാനുഫാക്ചറിംഗ് പ്ലാന്റ് സ്ഥാപിക്കാനും കമ്പനി തീരുമാനിച്ചിട്ടുണ്ട്. 2023-26 കറണ്ട് ഇയറിൽ റവന്യൂവിൽ 21%, എബിറ്റയിൽ 22%, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ 29% വളർച്ച കൈവരിക്കാൻ സാധ്യതയുള്ളതുകൊണ്ടാണ് മോത്തിലാൽ ഒസ്വാൾ ബൈ എന്ന റേറ്റിംഗും സ്റ്റോക്കിന് 1,900 രൂപയുടെ ടാർഗറ്റ് നൽകിയിരിക്കുന്നത്. CLS എന്ന ബ്രോക്കേജ് ഏജൻസി വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന സ്റ്റോക്കിന് 1,977 രൂപയുടെ ടാർഗറ്റും ബൈ എന്ന റേറ്റിംഗും നൽകിയിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ മോത്തിലാൽ ഒസ്വാളിൻ്റെ എക്സ്ക്ലൂസീവ് റിസർച്ച് റിപ്പോർട്ട് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ആഫ്രിക്കയിലെ സ്നാക്സ് മാർക്കറ്റ് സൈസ് $12.9 ബില്യൺ. ഇതിൽ 6 മുതൽ 6.5% സ്നാക്സ് മാർക്കറ്റ് സൈസ് കൂടി വരുൺ ബിവറേജ് ലിമിറ്റഡ് എന്ന കമ്പനി പിടിച്ചെടുക്കാൻ സാധ്യതയുണ്ട്. ഇന്ത്യ കൂടാതെ പുതിയ ജിയോഗ്രഫിയിലേക്ക് കമ്പനി അതിൻ്റെ ബിസിനസ് എക്സ്പാൻഡ് നടത്തുന്നതും സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് തന്നെയാണ്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് 1,900 രൂപയുടെ ടാർഗറ്റ് വരുൺ ബിവറേജ് എന്ന കമ്പനിക്ക് മോത്തിലാൽ ഒസ്വാൾ നൽകിയത്. സ്റ്റോക്ക് 1,600 രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു. 1,525 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടാണ്. ഇവിടെ 1,650 എന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് 1,700, 1,800 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയർന്നേക്കാം. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്